അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ പറയുന്ന അന്ന് ഈ തേവലക്കര സ്കൂളിൽ ചേർന്ന ഒരു സുരക്ഷാ സമിതിയുടെ ഒരു ചിത്രം, നേരത്തെ ഉണ്ടായ സുരക്ഷാ സമിതിയുടെ ഒരു ചിത്രം നമ്മൾ കാണിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ അതിനകത്ത്. അതിൽ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന ഒരു സുരക്ഷാ സമിതി യോഗമാണ്. തേവലക്കര സ്കൂളിൻ്റെ ബസ് അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. അതിന് തൊട്ട് മോളിൽ അതിന് തൊട്ട് ചേർന്ന് ഷെഡുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കിടപ്പുണ്ടാവണം അന്നും ഈ ഇലക്ട്രിക് ലൈൻ. അരുൺ, തീർച്ചയായും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച DO അടക്കമുള്ളവർ പറയുന്നത് സുരക്ഷാ സമിതി എല്ലാം ചേർന്നാണ്. പിന്നീട് എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ് ഇവർ തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരൻ അടക്കം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കം ഇപ്പോൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിൽ ഇത്തരം ഒരു അനാസ്ഥ കണ്ടത് KSUവിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇത് നേരത്തെ ഇത്തരത്തിലുള്ള വിഷയം ഇവിടെ പലരും ഉന്നയിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ഇതിനകത്ത് ഒരു കൃത്യമായൊരു നടപടിയെടുക്കാൻ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഒരു കുട്ടിയുടെ ജീവൻ പോകുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് അവസ്ഥ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. നേരത്തെ നമ്മളോട് സംസാരിച്ച എല്ലാവരും, ഒരാൾ പോലും ഇല്ലാത്ത എല്ലാവരും ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം AEOയും അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസും DOയും അടക്കം എല്ലാവരും പറയുന്നത് ഈ വിഷയം നേരത്തെ തങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ഈ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മെയ് മാസത്തിലടക്കം തങ്ങൾ ലെറ്റർ നൽകിയിരുന്നു, KSEBക്ക് ഇതുമായി ബന്ധപ്പെട്ട ലെറ്റർ നൽകിയിരുന്നു എന്നുള്ളതാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഇക്കട്ടത്തിൽ വരുന്ന വിശദീകരണം. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു, പിന്നീട് എന്തുകൊണ്ട് ഇത് മാറ്റിയിട്ടില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സംഭവിച്ച കാര്യത്തിന് യാതൊരു തരത്തിലുള്ളതും നീതീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ DO അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ഇപ്പോഴും സ്ഥലത്ത് സന്ദർശനം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വിവിധ വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം വ്യക്തത വരിക. ഇപ്പോൾ ഒരു പരിശോധന ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തേവലക്കര സ്കൂളിൽ നിന്ന് ആണ് അരുൺ രാജ് ആ വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരോട് പറയുന്നത്. തൊട്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ പറയുന്ന വൈദ്യുതി ലൈൻ. അത് ഒരുപക്ഷെ ആ വൈദ്യുതി കുറച്ചുകൂടെ അങ്ങോട്ടാണെങ്കിൽ അത് സ്കൂളിൻ്റെ മുകളിൽ കിടക്കേണ്ടതാണ്. ആ ഓടിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഓടിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ലൈനിന് മുകളിൽ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ ഒരു താൽക്കാലിക സെറ്റപ്പ് ഷെഡാണ് ആ ഷെഡെന്ന് തോന്നുന്നു. ആ ഷെഡിൻ്റെ തൊട്ട് മുകളിൽ ആ തകരപ്പാട്ടയോട് ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഒരു മഴയൊക്കെ വന്നാൽ ഒരുപക്ഷെ ഒന്നുകൂടെ താന്നു കഴിഞ്ഞാൽ ഈ തകരപ്പാട്ടയിലേക്കും അവിടുത്തെ ആ ഇരുമ്പ് കമ്പിയിലേക്കൊക്കെ വരുന്ന രീതിയിൽ, അങ്ങനെ അത്രയും അപകടകരമായ രീതിയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് HM വിളിച്ച് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെരുപ്പ് ഷീറ്റിൻ്റെ മുകളിലേക്ക് പോവുകയും കുട്ടി അതെടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റതാണ്. ഹാഷ്മി, നമ്മളോടൊപ്പം ഉള്ളത് DO ആണ്. ഇക്കാര്യത്തിൽ നേരത്തെ നമ്മൾ സ്കൂളിൽ നിന്നൊരു പരാതി KSEBക്ക് നൽകിയിരുന്നു. വാക്കാൽ പറഞ്ഞത് മെയ് മാസത്തിൽ വാക്കാൽ നിർദ്ദേശം കൊടുത്തു. വാക്കാല് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇപ്പോഴും ഒരു സംശയം, ഒരു പരിശോധന സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിന് ഭാഗത്ത് നടക്കുന്നതാണ്. എന്തുകൊണ്ട് അത് നടക്കാതെ പോയി? ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂള് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ ഇവർ ഫിറ്റ്നസ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഭൗതിക സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സമീപത്തോടൊരു വൈദ്യുതി കടന്നു പോകുന്നത് എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, കാരണം അത് പിൻവശത്തായതുകൊണ്ട് ചിലപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാൻ വന്നവർ അത് നോക്കിയിട്ടും ഉണ്ടാവില്ലായിരിക്കും. അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. നടപടി സ്വാഭാവികമായും പ്രതീക്ഷിക്കാവോ? കാരണം ഒരു അനാസ്ഥ ആരുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടുണ്ട്. പരിശോധിച്ചൊരു നടപടിയിലേക്ക് പോകേണ്ടതല്ലേ? അത് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നമുക്കത് ഇപ്പോൾ ഇക്കാര്യത്തിൽ